ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വീക്കെൻഡിൽ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്ക് PCOD ഉണ്ട്, അതുകൊണ്ട് തന്നെ മുഖത്തിൻ്റെ അവസ്ഥ ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് പിമ്പിൾസും ആക്നെ മാർക്സും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മുഖത്തിൻ്റെ ആദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇതിലും അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നെ കുറച്ച് ട്രാൻസിഷൻ സഹായിച്ചത് ഡെർമഡോക്കിൻ്റെ സാലിസിലിക് ആസിഡാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്കിൻ കെയറും ഫോളോ ചെയ്തിട്ടാണ് കേട്ടോ ഇത്രയും ബെറ്ററായിട്ട്, കുറച്ചും കൂടെ ബെറ്ററായിട്ട് എൻ്റെ മുഖം നിൽക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടൊന്നും ഒരു ബ്യൂട്ടി ടിപ്സ് ഒന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. ഞാൻ പരീക്ഷിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് നമ്മളെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന സ്കിൻ കെയർ ആണ് കേട്ടോ ചെയ്യുന്നത്. നാച്ചുറലായിട്ടുള്ള റെമഡി ആയതുകൊണ്ട് നമ്മളതിന് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. സ്കിൻ കെയറിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ ഒരു ഫേസ് വാഷാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ മുഖത്തുള്ള ഫേഷ്യൽ ലെയർ ഒക്കെ റിമൂവ് ചെയ്യാണ് കേട്ടോ. ഒരിക്കലും നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫേസിൽ ബ്ലേഡ് കൊണ്ടുപോയി വെക്കരുത്. മുന്നായിട്ട് നമ്മൾ വാസ്ലീനോ അല്ലാന്നുണ്ടെങ്കിൽ അലോവേര ജെല്ലോ നമ്മുടെ ഫേസ് ക്രീമോ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഫേഷ്യൽ ലെയർ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിവിടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ശേഷം ഫേഷ്യൽ റേസർ എടുത്തിട്ട് വളരെ ജെൻറ്റലായിട്ട് വേണം നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ടിങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഫേഷ്യൽ റേസറാണ്. ഒരു പാക്കറ്റിൽ നമുക്ക് 3 എണ്ണം കിട്ടും. 30 രൂപയാണ് ഇതിന് വില വരുന്നത്. ഒരു ഭാഗത്തെ മാത്രം ഫേഷ്യൽ ഹെയറാണ് ഈ കാണുന്നത് കേട്ടോ. ഐബ്രോ ഒക്കെ ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫേഷ്യൽ ഹെയർ എടുത്തു, ഐബ്രോ ഒക്കെ നമ്മൾ ഷേപ്പ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സ്ക്രബാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റാഗി പൗഡറാണ്. അത് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. വളരെ ജെല്ലായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ സ്ക്രബൊക്കെ ഞാൻ കണ്ടെത്തിയ സ്ക്രബാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ റാഗി പൗഡറൊക്കെ ആരെങ്കിലും യൂസ് ചെയ്യണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് നല്ലൊരു നാച്ചുറൽ സ്ക്രബായിട്ട് ഇത് തോന്നിയിട്ടുണ്ട്. നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഇത് ഫേസിൽ മസാജ് ചെയ്യുക, ജെൻറ്റലായിട്ട് മസാജ് ചെയ്ത് നല്ല തരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മെല്ലെ തന്നെ ചെയ്യുക. അത് സ്പീഡിലിട്ടോന്ന് കണ്ടിട്ടോ അത്ര സ്പീഡ് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് മുഖം നന്നായിട്ട് നല്ല സ്മൂത്തായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് അരിപ്പൊടി, അതിലേക്ക് കുറച്ച് തൈരൊക്കെ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇത് അരിപ്പൊടിയൊക്കെ ഏകദേശം ഫേസ് മാസ്കിൽ നല്ല പോലെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. റൈസ് വാട്ടറൊക്കെ നമ്മുടെ മുഖത്തിന് നല്ല റിസൾട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് കുറേ റിവ്യൂവിൽ കേൾക്കുന്നുണ്ട്. ഫേസ് പാക്ക് നന്നായിട്ട് തന്നെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും നല്ല പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നാച്ചുറലായിട്ടുള്ള റെമഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുമൊന്നുമില്ല കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ കഴുത്തിലൊക്കെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. കഴുത്തൊരിക്കലും മറക്കരുത്. അതിൻ്റെ ഇടയിൽ നന്നായിട്ട് വിശന്നു, അപ്പോൾ പോയിട്ട് ഒരു പഴം എടുത്ത് കഴിക്കുകയാണ്. അതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വന്നു. വാഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ മൊത്തത്തിൽ കറണ്ട് പോയി. അപ്പോൾ റൂമിൽ ലൈറ്റില്ല. പുറത്ത് വന്നിട്ടാണ് ബാക്കി ഷൂട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ മുഖമൊക്കെ നല്ല കഴുകി, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പെട്ടെന്ന് ദേ വെളുത്തു എന്നുള്ളൊരു റിസൾട്ടല്ല, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുളിച്ച് വന്നിട്ട് ഇതേ മോയ്സ്ചറൈസർ ഇടുകയാണ്. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നല്ലപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സമാധാനമുണ്ട് കേട്ടോ. ഈ സ്കിൻ കെയറിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാനും നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ സ്കിൻ കെയർ മാത്രം ചെയ്തുകൊണ്ടായില്ല. അതിന് ശേഷം ഒരു ലിപ് ബാമും ഒരു പൊട്ടൊക്കെ തൊട്ടിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.